ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്രോഷേയിങ്ങിൻ്റെ കുറച്ച് ബേസിക് സ്റ്റെപ്സ് പഠിക്കാം. ഏതെങ്കിലും ഒരു യാണും അതിന് ചേരുന്ന ഒരു ഹുക്കും ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ക്രോഷേയിങ് എന്ന ആർട്ടിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് കുറച്ച് വലിയൊരു യാണും അതിന് ചേരുന്ന ഒരു ഹുക്കുമാണ്. ഇത് 8-ply acrylic ആണെന്ന് പറയുന്ന തരം യാണാണ്. ഇത് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 5.5 mm സൈസ്, ഇതിന്റെ സൈസാണത്. എന്റെ ഹുക്കുമാണ്. ഇത് ഉപയോഗിച്ച് എങ്ങനെ ക്രോഷേയിങ്ങിന്റെ ബേസിക് സ്റ്റെപ്സ് ആയ സ്ലിപ്പ് നോട്ട്, ചെയിൻ സ്റ്റിച്ച്, സ്ലിപ്പ് സ്റ്റിച്ച് എന്നിവ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്ലിപ്പ് നോട്ട്, ഇതാണ് സ്ലിപ്പ് നോട്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഹുക്കിന്റെ ആവശ്യമില്ല. ഒരു യാൺ എടുക്കുക, അതിന്റെ നീളമുള്ള ഭാഗം ലെഫ്റ്റ് സൈഡിലും നീളം കുറഞ്ഞ അറ്റം റൈറ്റ് സൈഡിലും വരുന്നത് പോലെ കൈക്കുള്ളിൽ പിടിക്കുക. അതിനുശേഷം ഈ മുകളിലെ ഭാഗം എടുത്ത് ഒരു പ്രാവശ്യം നമുക്ക് വലത്തോട്ട് കറക്കാം. ഈ വരുന്ന ഗ്യാപ്പിലൂടെ, ഞാൻ കൈയിട്ട് വിരലിട്ടിരിക്കുന്ന ഗ്യാപ്പിലൂടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പിടിച്ചിരിക്കുന്ന നീളമുള്ള ഭാഗം വലിച്ചെടുക്കാം. നമുക്ക് ചെറിയ ഭാഗത്ത് പിടിച്ച് വലിച്ച് ഈ നോട്ട് മുറുക്കുകയും ചെയ്യും. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഇനി എങ്ങനെയാണ് ഒരു ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായി ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. ഇതിനകത്തുകൂടി, ഈ വന്ന ലൂപ്പിനകത്തുകൂടി നമുക്ക് ഹുക്കിടാം. അതിനുശേഷം ഈ വലിയ നീളമുള്ള ഭാഗത്ത് പിടിച്ച് വലിച്ച് നമുക്ക് ലൂപ്പിന്റെ സൈസ് ചെറുതാക്കാം. അതിനുശേഷം നമുക്ക് ഒരു പ്രാവശ്യം ഈ നീളമുള്ള ഭാഗം യാൺ ഹുക്കിന് മുകളിലൂടെ കടത്താം. ഇതിനെ നമുക്ക് യാൺ ഓവർ എന്ന് വിളിക്കാം. അതിനുശേഷം ലൂപ്പിലൂടെ മെല്ലെ ഈ ഹുക്ക് വെച്ച് നമുക്ക് യാൺ ഇങ്ങനെ വലിച്ചെടുക്കാം. ഇതിനെയാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഒന്നുകൂടി നമുക്ക് യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് മെല്ലെ ലൂപ്പിലൂടെ വലിച്ചെടുക്കാം. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ഇപ്പം 3 എണ്ണമായി. 4, 5, 6 ചെയിൻ സ്റ്റിച്ച്. മിക്ക പ്രോജക്റ്റിന്റെയും ഭാഗമായി കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം എന്നും അവർ പറയാറുണ്ട്. എങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി 6 ചെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് ആ എൻഡിങ് പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഹുക്ക് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ചെയിനിനകത്തുകൂടി ഈ ഹുക്ക് നമുക്ക് കടത്താം. അതിനുശേഷം ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യാം. അതിനുശേഷം ഈ ഹോളിലൂടെ നമുക്ക് വലിച്ചെടുക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഹുക്കില് 2 പ്രാവശ്യം യാൺ ഇങ്ങനെ കിടപ്പുണ്ട്. ഈ ആദ്യത്തെ യാൺ നമുക്ക് ഈ രണ്ടാമത് കിടക്കുന്ന യാണിനകത്തുകൂടി മെല്ലെ വലിച്ചെടുക്കാം. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഇപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി വേറെ കുറെ പുതിയ സ്റ്റിച്ചസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.